നമസ്കാരം സുഹൃത്തുക്കളെ, നാട്ടുവൈദ്യം ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് പേര് അനുഭവിക്കുന്ന പ്രശ്നമാണ് പുറം വേദന, ഷോൾഡർ വേദന, നെക്ക് പെയിന്, മുട്ടുവേദന, അങ്ങനെയുള്ള ശരീരത്തിലെ എവിടെയെങ്കിലുള്ള വേദന, അല്ലെങ്കിൽ പാരലിസിസ്, പക്ഷവാതം, അങ്ങനത്തുള്ള രോഗങ്ങൾ. ഇതെല്ലാം വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇതിനുള്ള ഗ്രഹവിദ്യ രീതിയിലുള്ള ചികിത്സ പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ സ്വന്തം അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കിടുകയാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്കത് ഒരുപക്ഷേ അത് വളരെ നല്ല ഉപകാരം ആയിട്ടുണ്ടാവും. ഏകദേശം ഒരു 3 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ മഹാരാഷ്ട്രയിൽ പോയിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്ര അവിടെ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയിട്ട് ഞാൻ ധ്യാനിക്കുകയായിരുന്നു. 10 ദിവസത്തെ മെഡിറ്റേഷനായിരുന്നു. പക്ഷേ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് പറയുമ്പോൾ കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു, ടോയ്ലറ്റ് വളരെ കമ്മി. ആ ഒരു സിറ്റുവേഷൻ, അതായത് 10-40 പേരുണ്ടായിരുന്നു, പക്ഷേ 2 ടോയ്ലറ്റ് മാത്രം, ഈ രീതിയിലുള്ള കണ്ടീഷൻ. അപ്പോൾ രാവിലെയും അതേമാതിരി വൈകിട്ടും കുറച്ച് ടൈമിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയറ് ശരിക്കും ക്ലിയർ ആവാതായി. കാരണം എന്താണെന്ന് പറയുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് വരും. അങ്ങനെ ഈ രീതിയിലുള്ള സമയത്ത് മലബന്ധത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ 10 ദിവസം കഴിയുന്ന സമയത്തേക്കും, അതായത് ഒരു 8-9 ദിവസം ആകുമ്പോഴേക്കും എനിക്കൊരു വല്ലാത്ത രോഗം പിടിച്ചു, സിയാറ്റിക്ക എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു സൈഡ് മുഴുവൻ കടുത്ത പെയിനായിരിക്കും. അത് വന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. അതായത് നമ്മൾ പെട്ടെന്ന് ഇരിക്കുക അല്ലെങ്കിൽ എണീക്കുന്ന സമയത്ത് നമുക്ക് ഒരു സൈഡ് ടോട്ടലായിട്ട് ഒരു പാരലിസിസ് പോലെ, ഒരു പക്ഷാഘാതം പിടിച്ച പോലെ തന്നെ ഭയങ്കര പെയിനായിരിക്കും, സിവിയർ പെയിനായിരിക്കും. നമുക്ക് പെട്ടെന്ന് ഇരിക്കാനോ എഴുന്നേൽക്കാനോ പറ്റാത്തൊരവസ്ഥയാണ് സിയാറ്റിക്ക എന്ന് പറയും. ഇതെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നതാണ്. പക്ഷേ എനിക്കറിയാം ഈ സംഗതി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും വേവലാതിപ്പെട്ടില്ല. കാരണം എനിക്കറിയാം ഇതിൻ്റെ മൂലകാരണം എന്താണെന്ന് എനിക്കറിയാം. ഇതിൻ്റെ മൂലകാരണം എന്ന് പറഞ്ഞാൽ മലബന്ധമാണ്. സുഹൃത്തുക്കളെ, ഇന്ന് ആരെങ്കിലും ഒരു ബാക്ക് പെയിൻ, അല്ലെങ്കിൽ ഒരു നട്ടലിലെ ഏതെങ്കിലും ഒരു പ്രശ്നം, അല്ലെങ്കിൽ കഴുത്തിൻ്റെ എവിടെയെങ്കിലും ഒരു പ്രശ്നം, ഇത് പോയി കഴിഞ്ഞ ഉടനെ MRI, CT സ്കാൻ, ആ സ്കാൻ, ഈ സ്കാൻ എല്ലാം എടുക്കും. അതിൽ MRI ഡൈ ഒക്കെ അടിച്ചിട്ടായിരിക്കും അവർ എടുക്കുക. അവിടെ നെർവ്സ് എവിടെയാണ് പിഞ്ച് ചെയ്തുള്ളത്, നെർവ്സ് എവിടെയാണ് ഇതായിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നോക്കും. ഇവർ നോക്കുന്നത് ഈ സംഗതിയിലാണ്, അതായത് എവിടെയാണ് ഈ ഇൻഫ്ലേഷൻ ഉള്ളത് എന്നാണ് ഇവർ നോക്കുന്നത്. പക്ഷേ നാട്ടുവൈദ്യത്തിൽ ഇത് വളരെ നമ്മുടെ പ്രകൃതി ചികിത്സയിലും അതേപോലെ നാട്ടുവൈദ്യത്തിലും ഗ്രഹവൈദ്യത്തിലൊക്കെ വളരെ എളുപ്പത്തിൽ ഇവർ കണ്ടുപിടിക്കാൻ പറ്റും. ഇതെങ്ങനെയാണെന്ന് പറയുമ്പോൾ, പണ്ടത്തെ മർമ്മ ചികിത്സന്മാരുണ്ട്, കളരിക്കാർ, ഇവരെല്ലാം പറയുന്നത് ഇതിന് നീർവീഴ്ച എന്നാണ് പറയുക. നീർവീഴ്ച, ഇതാണ് ഇവർ പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് മെഡിസിന് ഇൻഫ്ലേഷൻ എന്ന് പറയും. ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സമയത്ത് പല ഇതുകൊണ്ട്, പല ഭക്ഷണങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് മത്സ്യമാംസാദികൾ, പാല്, ഇതുകൊണ്ട് ഇൻഫ്ലേഷൻ ഉണ്ടാവും. ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത്, അവിടെ വീക്ക് ഉണ്ടാകുന്ന സമയത്ത് അവിടെയുള്ള നെർവ്സും ബാക്കിയുള്ളതൊക്കെ കംപ്രഷൻ ആകുകയും അതിലൂടെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ പാസ് ചെയ്യാതിരിക്കുകയും അങ്ങനെയുള്ള സമയത്താണ് ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പ്രത്യേകിച്ച് ബാക്ക് പെയിൻ, അതേപോലെ തന്നെയുള്ള മുട്ടുവേദന, അതേപോലെ തന്നെ ഈ സാധനങ്ങൾ, ഇതൊക്കെ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഈ കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കവിടെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റ് എനിക്ക് എടുക്കേണ്ടി വന്നു. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഒരു കാരണവശാലും മോഡേൺ മെഡിസിനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് അവർ എന്തെല്ലാം ചെയ്യുന്നു നമുക്ക് യാതൊരു പിടിയില്ല. അപ്പോൾ അത് കാരണം എനിക്ക് എൻ്റെ രീതിയിൽ തന്നെയുള്ള ചികിത്സയുണ്ട്. അതായത് ഞാൻ സ്വയം എന്നെ തന്നെ ചികിത്സിക്കുന്ന ചികിത്സ. ഞാൻ മറ്റാരെയും ചികിത്സിക്കാറില്ല. പക്ഷേ എൻ്റെ ജീവിതാനുഭവങ്ങൾ, അതാണ് ബാക്കിയുള്ളവരായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തൊക്കെ അനുഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, അത് യാതൊരു മരുന്നും കൂടാതെ ഞാൻ ഏത് രീതിയും ശരിയാക്കി എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ചെയ്തത് എൻ്റെ മലബന്ധം മാറ്റാനുള്ള ക്രിയകളായിരുന്നു. അതായത് എളുപ്പത്തിൽ വയറിന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്നാമതായിട്ട് നമ്മൾ കഞ്ഞി ആക്കണം. അതായത് ചോറ്, ഇഡ്ഡലി, ദോശ, അങ്ങനത്തുള്ള സർവ്വവിധ സംഗതികളും പെടണം. ആദ്യം നമ്മുടെ മലബന്ധം ഒന്ന് മാറ്റിയെടുക്കണം. അതെന്തുകൊണ്ടാണ് മാറ്റേണ്ടതെന്ന് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്തെന്ന് പറയുമ്പോൾ കഞ്ഞി, അങ്ങനത്തുള്ള സാധനങ്ങളാക്കി, ചൂടുള്ള കഞ്ഞി, അതായത് എല്ലാം ചൂടുള്ളത്, ചൂടുള്ള കഞ്ഞി, ചൂടുള്ള വെള്ളം, കുളിക്കാൻ ചൂടുള്ള ഇത് എല്ലാം ഉപയോഗിക്കണം. കാരണം ഈ ചൂട് എന്ന് പറയുന്നത് വായുവിനെ കമ്മിയാക്കുന്നതാണ്. കാരണം വായു പലയിടത്തും കെട്ടി നിൽക്കുന്ന സമയത്താണ് ഈ സംഗതികളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വാതപിത്ത കഫത്തിൽ വാദം വികൃതമായിരിക്കുന്ന ഒരവസ്ഥ, ആ അവസ്ഥയിലാണ് ഈ സംഗതികളൊക്കെ ഉണ്ടാകുന്നത്.
അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്തത് കുറേ മുന്തിരി ഡെയിലി വാങ്ങിച്ചു, ഒരു 1/4 കിലോ 1/2 കിലോ ആ രീതിയിൽ കുരുവുള്ള മുന്തിരിയാണ് കഴിച്ചത്. ഈ മുന്തിരി ഞാൻ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ വയറിന് ഒരു വിധം ഉള്ള പ്രശ്നങ്ങളൊക്കെ ഒന്നും പോയി. പിന്നെ ബീട്രൂട്ട് അത് ഞാൻ കുറേ ദിവസം കറി വെച്ച് കഴിച്ചു. അതിനുശേഷം ഞാൻ കുടിക്കുന്ന വെള്ളം എപ്പോഴും ജീരകം തിളപ്പിച്ചിട്ടുള്ള വെള്ളമായിരുന്നു കുടിക്കുന്നുണ്ടായിരുന്നത്. ജീരകം തിളപ്പിച്ചിട്ടുള്ള വെള്ളം, ചിലപ്പോൾ അതിലൊരു ധന്വന്തരി ഗുളിക ചിലപ്പോൾ ഇട്ടിട്ട് കഴിക്കും. ധന്വന്തരി ഗുളിക വായിലിട്ടതിന് ശേഷം നല്ലപോലെ പൊടിച്ചിട്ട് വായിലിട്ടിന് ഈ സാധനം ജീരകവെള്ളം ഞാൻ കുടിക്കായിരുന്നു. ധന്വന്തരത്തിൻ്റെ ഗുളിക അതില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇതേ രീതിയിലുള്ള ജീരകത്തിൻ്റെ വെള്ളം മാത്രമായിരുന്നു ഞാൻ കുടിക്കുന്നുണ്ട്, കാരണം അതിനൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ഉഴിഞ്ഞ വള്ളി എന്ന് പറയുന്നൊരു വള്ളിയുണ്ട്, ഉഴിഞ്ഞയുടെ. അപ്പോൾ ആ ഉഴിഞ്ഞയുടെ വെള്ളം വള്ളി കൊണ്ടുവന്നതിന് ശേഷം അതിനെ നല്ലപോലെ കഴുകിയതിന് ശേഷം അതിനെ കഷായം വെച്ചിട്ട് ഞാൻ അതിനെ ഒരു 3 നേരം കഴിച്ചു. ഇത് കഴിക്കുന്ന സമയത്ത് വയറിന്ന് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം പോകും. അപ്പോൾ ഉഴിഞ്ഞ വള്ളി എന്ന് പറയുന്ന ഈ കാര്യത്തിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ എനിക്കിവിടെ ശരീരത്തിൽ ഞാൻ പുരട്ടാൻ വേണ്ടിയിട്ട് കുഴമ്പെടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു കുഴമ്പ് നമുക്ക് യോജിക്കുന്നത്, നമ്മുടെ എല്ലാവരുടെയും ശരീരപ്രകൃതിക്ക് എല്ലാ കുഴമ്പും യോജിക്കുന്നവരില്ല. അപ്പോൾ നമുക്ക് പറ്റിയ ഏതായൊരു കുഴമ്പെന്ന് പറയുമ്പോൾ ആയുർവേദ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ വാതപിത്ത കഫക്കാർക്ക് വേറെ കുഴമ്പ് കിട്ടും. ഈ കുഴമ്പ് നല്ലപോലെ ചൂട് പിടിപ്പിച്ചതിന് ശേഷം ഇവിടെ മുഴുവൻ ശരീരം മാസകാലം തേച്ചതിന് ശേഷം 1 മണിക്കൂർ റെസ്റ്റ് എടുക്കും. റെസ്റ്റ് എടുത്തതിന് ശേഷം ചൂടുവെള്ളത്തിൽ കുടിക്കും. ഈ രീതിയിൽ എനിക്ക് ആ ഒരു പ്രശ്നം എനിക്ക് ക്യൂറാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മാസം എടുത്തു. ഒരൊറ്റ മാസം കൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഈ സിയാറ്റിക്ക എന്ന് പറഞ്ഞാൽ യാതൊരു മരുന്നില്ലാതെ ഈ സംഗതി വളരെ ഭംഗിയായിട്ട് ശരിയായി. അതായത് വേണമെങ്കിൽ പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ പറയാം ഒരു സൈഡിൽ ആ രീതിയിലുള്ള, അതായത് ഇരിക്കാനും മേണിക്കാനും പറ്റാത്തൊരവസ്ഥ ഈ ഒരു സംഗതിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതെന്താ സംഭവിക്കുന്ന പറയുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ നാട്ടുവൈദ്യത്തിൻ്റെ ഭാഷയിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ അവിടെ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷേ മലബന്ധം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ മുഴുവൻ നമ്മുടെ ഇവിടെ തന്നെ നിൽക്കുകയും നമ്മുടെ ഉദരത്തിൽ തന്നെ നിൽക്കുകയും ശരീരത്തിൽ വിഷസങ്കലനം ഉണ്ടാവുകയും ചെയ്യും. അതായത് ഈ ദഹിക്കാതെ കിടക്കുന്ന ഈ ഭക്ഷണം ശരീരത്തിൽ അവിടെ ഉണ്ടാവുന്ന സമയത്ത് ശരീരത്തിൽ ഈ സാധനം മുഴുവൻ വ്യാപിക്കുകയും അവിടെ പോയിട്ട് കെട്ടിക്കിടക്കുകയും ചെയ്യും. ഈ നമ്മുടെ ശരീരത്തിലെ അഴുക്കുകൾ ഈ കെട്ടിക്കിടക്കുന്ന സമയത്ത് ഓരോ നെർവ്സിലും ബാക്കിയുള്ളവിടെയും പോയിട്ട് ഈ സാധനം കെട്ടിക്കിടക്കുന്ന സമയത്ത് ശരിയായിട്ടുള്ള രക്തചംക്രമണത്തിനും അതേപോലെ തന്നെയുള്ള ബാക്കിയുള്ള കാര്യത്തിനൊക്കെ പ്രശ്നം ഉണ്ടാവും. പിന്നെ അവിടെ വീക്കുണ്ടാവും, കെട്ടിക്കിടന്ന് വീക്കുണ്ടാവുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത്. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം. ആ തടസ്സം അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ തീർക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറയുമ്പോൾ ആ തടസ്സം നിൽക്കുക എന്നുള്ളതാണ്. തടസ്സം എന്ന് പറയുമ്പോൾ ഈ എല്ലാ ആൾക്കാരും, പ്രത്യേകിച്ച് ഈ നടുവേദന ആയിക്കോട്ടെ, മുട്ടുവേദന ആയിക്കോട്ടെ, ഷോൾഡർ വേദന ആയിക്കോട്ടെ, ബാക്കിയുള്ള കഴുത്ത് വേദന ആയിക്കോട്ടെ, അവരോട് നമ്മൾ ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി. അതിൻ്റെ ഉത്തരം എപ്പോഴും യെസ് എന്നായിരിക്കും, അതേന്നായിരിക്കും. നമ്മളൊന്നും ചോദിക്കണ്ട. നമ്മളോട് നിങ്ങൾക്ക് മലബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരെല്ലാം പറയും ഉണ്ട് എന്ന് പറയും. മലബന്ധം ഇല്ലാത്ത ഒരു വ്യക്തിക്ക്, അതായത് വയറ് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക്, ശരിയായിട്ടുള്ള അധ്വാനിക്കുന്ന ഒരു വ്യക്തിക്ക്, ചായയും കാപ്പിയും ബാക്കിയുള്ളതൊന്നും അധികം ഉപയോഗിക്കാതെ ഒട്ടും തന്നെ മലബന്ധമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും ഇടുപ്പ് വേദന, നട്ടെല്ല് വേദന, ഈ തോള് വേദന, ഈ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം മലബന്ധമാണ്, ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം അലസമായിട്ടുള്ള ജീവിതം, അതായത് അധ്വാനമില്ലാത്ത ജീവിതം. നിറയെ പാല്, മോര്, തൈര് ഈ സാധനങ്ങളൊക്കെ കുടിച്ചതിന് ശേഷം അധ്വാനിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ഈ ദഹിക്കേണ്ട സാധനം മുഴുവൻ സപ്തധാതുക്കളാകുന്നതിന് പകരം ആമം എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് മാറും. അതായത് നമ്മുടെ ദഹനശക്തി ശരിയല്ല, ധാരാളം ഭക്ഷണമുണ്ട്, പക്ഷേ ജോലിയില്ല. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ സാധനം മുഴുവൻ ആമമായിട്ട് രൂപാന്തരപ്പെടുകയും നമ്മളുടെ ഈ മുട്ടിലും അതേപോലെ തന്നെ ഈ നട്ടലിൻ്റെ സൈഡിലും അവിടെ എല്ലാം പോയിട്ട് ഡിപ്പോസിറ്റായിട്ട് അങ്ങനെയാണ് ഈ വീക്കം എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് ചികിത്സ എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. ഈ സാധനത്തെ, കോൺസ്റ്റിപ്പേഷനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇനി ഇത് വരുന്ന രോഗികൾ, ഏതൊരു രോഗിയാണ് ശരി, ഇത് തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ യോഗ ശീലമാക്കുക. യോഗ ശീലമായി കഴിഞ്ഞാൽ ഇതൊരിക്കലും ജീവിതകാലം മുഴുവൻ വരില്ല. നിങ്ങൾക്ക് മുട്ടുവേദന ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ചില പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുന്നത്, അതായത് ആഴ്ചയിൽ 1 ദിവസം നമ്മൾ ഉപവസിക്കാൻ നോക്കണം. കാരണം നമ്മുടെ ഡൈജഷനെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബാക്ക് പെയിൻ, ഇതിന് നമ്മൾ ചികിത്സിക്കേണ്ടത് ബാക്കിലല്ല, നമ്മുടെ വയറിലാണ്. അതേപോലെ തന്നെ കഴുത്ത് വേദനയ്ക്ക് ചികിത്സിക്കേണ്ടത് കഴുത്തല്ല, നമ്മുടെ വയറിനാണ്. എല്ലാറ്റിനും, അത് മുട്ടുവേദനയ്ക്കും ചികിത്സിക്കേണ്ടത് മുട്ടിനല്ല, നമ്മുടെ വയറിനാണെന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. കാരണം നമ്മുടെ
ദഹനം കറക്റ്റായിട്ട് നടക്കുകയാണ്, നമ്മുടെ എലിമിനേഷൻ കറക്റ്റായിട്ട് നടക്കുകയാണ്, നമ്മൾക്ക് യാതൊന്നും ഉള്ളിൽ കെട്ടിക്കിടക്കാതെ അത് വെളിയിൽ പോവുകയാണെങ്കിൽ നമ്മൾക്ക് യാതൊരു കുഴപ്പമില്ല. ഇത് കെട്ടിക്കിടക്കുന്ന സമയത്താണ് ബാക്കി എല്ലാവിടെയും പോയിട്ട് ഇൻഫ്ലേഷനും വീക്കവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇത് ഏതെങ്കിലും മോഡേൺ ഡോക്ടർമാർ ഇതൊന്നും ചെക്ക് ചെയ്യാറില്ല. അവരവിടെ വേദനയുള്ള സ്ഥലത്ത് മാത്രമേ ഇവർ നോക്കുകയുള്ളൂ. അത് എന്തുകൊണ്ട് വേദനയുണ്ടായി, എങ്ങനെ വേദനയുണ്ടായി, അതെല്ലാം പിന്നെ അവരുടെ പല തിയറിയിലും വരും. പക്ഷേ നമ്മുടെ സാധാരണ നാട്ടുവൈദ്യത്തിൽ ഈ സംഗതികളൊക്കെ വളരെ സിമ്പിളായിട്ട് ഇതേ രീതിയിൽ തന്നെയാണ് മാറ്റുന്നത്. നമുക്ക് സ്വയം മാറ്റണം. അതായത് നമ്മളാദ്യം നമ്മുടെ സ്വന്തം ഡോക്ടറാവണം. കാരണം ഏറ്റവും നല്ല ഡോക്ടർ നമ്മൾ തന്നെയാണ്. കാരണം നമ്മുടെ രോഗത്തിൻ്റെ കാരണം എന്താണെന്ന് നമുക്കേ അറിയുള്ളൂ, ഒരു ഡോക്ടർക്കും അറിയില്ല. ഇപ്പം ഞാൻ എന്താണ് ചെയ്യുന്നത്, ഏതാണ് ചെയ്യുന്നത്, ഒരു ഡോക്ടർക്കും അറിയില്ല. ഞാൻ ചിലപ്പോൾ പഥ്യങ്ങളൊന്നും പാലിക്കാതെ എൻ്റെ സിസ്റ്റം ശരിയല്ല, എൻ്റെ ദഹനം ശരിയല്ല, എനിക്ക് മലബന്ധം ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഓപ്പറേഷൻ ചെയ്തിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞ ശേഷം വർഷങ്ങളോളം കിടക്കുന്നല്ലാതെ ഒരു കാര്യമില്ല. എനിക്കറിയാം ഒരുപാട് പേരെയാണ് സയാറ്റിക്ക വന്നിട്ട് വർഷങ്ങളോളം കഷ്ടപ്പെടുന്ന ആൾക്കാരെ എനിക്കറിയാം. മുട്ടുവേദന വന്നിട്ട് വർഷങ്ങളോളം കഷ്ടപ്പെടുന്നത്, ബാക്ക് പെയിൻ വന്നതിന് ശേഷം വർഷങ്ങളോളം കഷ്ടപ്പെടുന്ന ആൾക്കാരെ എനിക്കറിയാം. അവരെല്ലാം ഓപ്പറേഷൻ ചെയ്തിട്ട് വീട്ടിൽ തന്നെ കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓപ്പറേഷൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റാത്ത ചില സ്ഥലങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് നട്ടെല്ല്, 2 തലയുടെ ഉള്ള്, നമ്മുടെ തലയൊക്കെ തുറന്നിട്ടുള്ള ഓപ്പറേഷൻ, 3 ഹാർട്ട്. ഇങ്ങനത്തുള്ള സാധനങ്ങളിലും നമ്മൾ തൊടാതിരിക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം നമ്മൾക്ക് മരുന്നില്ലാതെ, അതായത് വേറെ സർജറി ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു കാര്യത്തിലും സർജറി ചെയ്യണ്ട എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം സർജറി ചെയ്യുന്നത് നമ്മൾ എവിടെയെങ്കിലും ആക്സിഡൻ്റൊക്കെ ആയതിനു ശേഷം വല്ലവരും കീറി മുറിഞ്ഞ് അങ്ങനെ പോകുന്ന സമയത്തൊക്കെ നമുക്ക് തീർച്ചയായിട്ടും സർജറി വേണം. അല്ലാതെ ഏതൊരു കാര്യത്തിലും വലിയ സർജറി കൊണ്ട് വലിയ കാര്യങ്ങൾ ഒന്നും ഇല്ലയെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ 3rd ഡിഗ്രി പൈൽസൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതൊക്കെ ചിലപ്പോൾ സർജറി ചെയ്ത് നിൽക്കേണ്ടി വരും. ചില സമയത്ത് സർജറി വേണ്ടി വരും. പക്ഷേ എല്ലാ കാര്യത്തിനും സർജറി ആവശ്യമില്ല. സർജറി ആവശ്യമായിട്ടുള്ള ഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ അലോയിൽ പോയിട്ട് സർജറി ചെയ്യുക തന്നെ. പക്ഷേ ഈ മുട്ടുവേദന, ഇടുപ്പ് വേദന, അതേപോലെ തന്നെ ഈ സാധനം, ഇതിനൊന്നും സർജറി ചെയ്യരുത്. കാരണം ഇതിനൊന്നും സർജറി ആവശ്യമില്ല. സർജറി ഇല്ലാതെ തന്നെ നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിലും ബാക്കിയുള്ളവിടെയൊക്കെ പെട്ട് നമുക്ക് ശരിയാക്കാം. ഇതിന് നമ്മൾ ഭക്ഷണത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെറുത് ചെയ്യാം. ഒന്ന്, നമ്മൾ കാപ്പി ചായ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം. കാരണം ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഡൈജഷനെ വളരെ തീർത്തും തെറ്റാക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തത്, പകലുറക്കം എന്നത് ഈ രോഗികൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. പകൽ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിലെ ദഹനശക്തി വളരെ കമ്മിയാവും. പിന്നെ അതേമാതിരിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളുണ്ടാവും. പാല്, മോര്, തൈര് തുടങ്ങി 3ഉം അവർ കംപ്ലീറ്റ് ആയിട്ട് ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കണം. അതേപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ ഫുഡും അവർ കംപ്ലീറ്റ് ഒഴിവാക്കണം. അവർക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനമാണ് വെളുത്തുള്ളി എന്ന് പറയുന്ന സാധനം. ഈ വെളുത്തുള്ളിനെ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ വെളുത്തുള്ളി അരച്ചതിന് ശേഷം ദോശ ഉണ്ടാക്കുക, ഇഡ്ഡലി ഉണ്ടാക്കുക. ഈ അരി അരച്ച സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അഥവാ ഉണ്ടാക്കണം തോന്നുകയാണെങ്കിൽ, എപ്പോഴെങ്കിലും നമ്മൾക്ക് തോന്നുകയാണെങ്കിൽ ഇത് നിറയെ വെളുത്തുള്ളി അരച്ച് ചേർത്തതിന് ശേഷം ആ സാധനം കൊണ്ട് നമ്മൾ കഴിക്കുക. ഇങ്ങനെ നമ്മൾ കുറച്ച് ദിവസം വെളുത്തുള്ളി ഏതെങ്കിലും തരത്തിലൊക്കെ ഉപയോഗിക്കുക. കഞ്ഞി വയ്ക്കുകയാണെങ്കിൽ കഞ്ഞി വയ്ക്കുക, കഞ്ഞിയിൽ ഈ വെളുത്തുള്ളി ചതച്ചിടുക. അതേപോലെ തന്നെ കറി വയ്ക്കുകയാണെങ്കിലും ഇതിൽ വെളുത്തുള്ളി ചതച്ചിടുക. അപ്പോൾ വെളുത്തുള്ളി ഏതെല്ലാം പ്രകാരം നമുക്ക് ഉള്ളിലേക്കാക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം നമ്മൾ ഉള്ളിലേക്കാക്കണം. അങ്ങനെ ഉള്ളിലേക്കാക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ ചേന നമ്മൾ ചുട്ട് തിന്നാം. അടുപ്പിലിട്ടിട്ട് ചുട്ടിട്ട് ആ ചേന തിന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ വയറ് ക്ലിയർ ആവുക. അതോടുകൂടി കൺജഷൻ അല്ലെങ്കിൽ ഈ നെർവ്സിലൊക്കെ ഉള്ള ആ ഞെരുക്കം അത് വളരെ പെട്ടെന്ന് മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ വയറ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ മരുന്ന് കഴിക്കുമോ, സാധാരണ ഭക്ഷണം കഴിക്കുമോ, അതെല്ലാം കഴിക്കാൻ നോക്കുക. തണുത്ത സാധനങ്ങൾ മുഴുവൻ നമ്മൾ വർജിക്കണം. ഇതിലെല്ലാം ചൂടുള്ള സാധനമായിരിക്കണം, പ്രത്യേകിച്ച് ഈ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. പിന്നെ മുകളിലേക്ക് നമ്മൾ തൈലമൊക്കെ ഇടാം. തൈലം എന്ന് പറയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി കൊണ്ട് തൈലം കാച്ചാം, എരിക്കിൻ്റെ ഇലയിട്ട് തൈലം കാച്ചാം. അതേപോലെ തന്നെ ബാക്കിയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഉമ്മത്തിൻ്റെ ഇലയുണ്ടല്ലോ, അതിട്ട് നമുക്ക് തൈലം കാച്ചാൻ പറ്റും. അതേപോലെ തന്നെ ബാക്കിയുള്ള ഒരുപാട് മരുന്നുകളുണ്ട്, നമുക്ക് തൈലം കാച്ചാൻ പറ്റും. തൈലം കാച്ചിട്ട് നമുക്കത് പ്രയോഗിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ വെളിയിൽ നിന്നുള്ള തൈലം വാങ്ങിക്കുക. അത് നല്ലപോലെ ചൂടാക്കിയിട്ട് വേണം അവിടെ പുരട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം 1 മണിക്കൂർ അവിടെ തടവിയതിന് ശേഷം നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കണം. മെയിനായിട്ട് ഇത്തരം രോഗികൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സ്വന്തം വയറ് ശരിയാക്കാൻ വേണ്ടി മാത്രമാണ്. അവർ നട്ടലിലോ അല്ലെങ്കിൽ മുട്ടിലോ അല്ല ശ്രദ്ധിക്കേണ്ടത്, വയറെങ്ങനെ ശരിയാക്കാം എന്നുള്ള കാര്യമാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇടയിൽ ഒരു 1-2 ദിവസം ഫാസ്റ്റിംഗ്, പിന്നെ നമ്മൾ അല്ലാന്ന് പറയുമ്പോൾ ഒരു 10 ദിവസം പ്രകൃതി ചികിത്സാലയത്തിൽ പോയി കിടക്കുക. അല്ലാന്ന് പറയുമ്പോൾ ആയുർവേദത്തിൻ്റെ അവിടെ ആശുപത്രിയിൽ ഒരു 10 ദിവസം
ദിവസം അല്ലെങ്കിൽ 20 ദിവസം പോയിട്ട് കിടക്കുക. അങ്ങനെ കിടക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് ചികിത്സയുണ്ട്. ഇലക്കിഴി, പൊടിക്കിഴി, അങ്ങനത്തെ ഉള്ള ഒരുപാട് ചികിത്സയുണ്ട്. അതുകൂടാതെ അതിന് ശേഷം അവരൊന്ന് വയറ് ക്ലിയർ ആക്കാനുള്ള മരുന്നും തരും. അതോടുകൂടി ആ ഇൻഫ്ലേഷൻ, ആ നീർക്കെട്ട് കംപ്ലീറ്റ് ആയിട്ട് പോകും. ഈ കളരിക്കാർ അവർ പ്രത്യേകിച്ചിട്ട് ഇതിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഈ നീർക്കെട്ടിന്. അപ്പോൾ അവർ ഈ നീർക്കെട്ട് ഇളക്കിക്കളയാനുള്ള പല മരുന്നും അവരുടെ കയ്യിലുണ്ട്, ഉള്ളിലേക്ക് കഴിക്കാനും അതേപോലെ തന്നെ പുറമേക്ക് പുരട്ടാനും. അപ്പോൾ പുറമേ പുരട്ടിയിട്ട് ആ നീർക്കെട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ വയറിളക്കിയിട്ട് ഈ നീർക്കെട്ട് വെളിയിലേക്ക് കളയാണ് ചെയ്യുന്നത്. അതിന് നല്ല നല്ല മരുന്നുകൾ ഈ തരത്തിലുള്ള ഗുരുക്കന്മാരുടെ ഇടയിൽ, പ്രത്യേകിച്ച് കളരി ഗുരുക്കന്മാരുടെ ഇടയിൽ ഈ രീതിയിലുള്ള നല്ല മരുന്നുകളുണ്ടാകും. അപ്പോൾ അവരെ പോയിട്ട് കാണാം. അതേപോലെ തന്നെ നാട്ടുവൈദ്യന്മാരെ, ഇങ്ങനത്തുള്ള ആൾക്കാരെയൊക്കെ കാണാം. പിന്നെ ഉഴിച്ചൽ എന്ന് പറയുന്നതിന് വളരെ നല്ലൊരു സംഗതിയാണ്. എത്ര ഈ മാരകമായിട്ടുള്ള ഈ നടുവേദന അങ്ങനത്തെ ഉള്ളതിനൊക്കെ പിഴിച്ചൽ, ധാര, അതേപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ വളരെ ഗുണകരമാണ്. കാരണം എന്താണെന്ന് പറയുന്ന സമയത്ത് വാദത്തെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കും. അപ്പോൾ ഈ രീതിയിലാക്കി കഴിഞ്ഞാൽ ഈ സാധനം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാവുന്നതായിട്ടാണ് കാണുന്നത്. ഉഴിഞ്ഞ വള്ളിയുടെ നീര് നമ്മൾ പല രീതിയിലും പ്രയോഗിക്കുക. ഈവൻ ഒരു പേഷ്യൻ്റ് പാരലൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഉഴിഞ്ഞ വള്ളിയുടെ നീര് നമ്മൾ ഓരോരോ സ്പൂൺ കൊടുത്തു കണ്ടു കഴിഞ്ഞാൽ പാരലൈസിൽ നിന്ന് റിക്കവറാകും. അല്ലെങ്കിൽ അത് തിളപ്പിച്ചിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മതി, അതൊന്ന് വയറിന് നന്നായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ശരിയാകും. പിന്നെ കറുകപ്പുല്ല് എന്ന് പറയുന്നത് ഈ സാധനത്തിന് വളരെ നല്ലതാണ്. ഇൻഫ്ലേഷന്, നമ്മുടെ ഉള്ളിലുള്ള നീർവെക്കത്തിനൊക്കെ കറുകപ്പുല്ല് എന്ന് പറയുന്നത് നല്ലതാണ്. കറുകപ്പുല്ലിൻ്റെ ജ്യൂസ് നമ്മൾ കുടിക്കാം. അതിലല്പം കുരുമുളകും അതേപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വേണം അത് കുടിക്കാൻ വേണ്ടിയിട്ട്. കറുകപ്പുല്ലിൻ്റെ ജ്യൂസ് അത് കുടിച്ചു കഴിഞ്ഞാൽ വയറൊന്ന് ക്ലിയർ ആവും. ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഗതികൾ മുഴുവൻ ശരിയാവും. ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. ഇതിൽ മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ മുട്ട് ഇതിലേക്കാണെങ്കിൽ നമ്മൾ അവിടെ നല്ലപോലെ എണ്ണയിട്ടിട്ട് നല്ലപോലെ തടവണം മുട്ടിൽ. കാരണം വെറുതെ എല്ലാവരും ഒരു 5 മിനിറ്റ് ഇങ്ങനെ എണ്ണയിടുന്നല്ല, അത് നല്ലപോലെ തടവിയതിന് ശേഷം പിന്നെ കുറച്ച് കൈയും കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയിട്ടും നിവർത്തിയിട്ടും ഇതൊക്കെ ചെയ്യണം. അതേപോലെ തന്നെ ഈ വേദനയുള്ളിടത്തിൽ നമ്മൾക്ക് ഇതേ രീതിയിലുള്ള എണ്ണകൾ നല്ല ചൂടായിട്ട് അവിടെ നല്ലപോലെ തടവുക. അതിനുശേഷം ഫോമെൻറ്റേഷൻ ചെയ്യുക. ഒരു വെള്ളത്തിൽ ടവല് ഒന്ന് മുക്കിയതിന് ശേഷം ചൂടായ വെള്ളത്തിൽ അവിടെ അങ്ങനെ ഒപ്പിക്കൊടുക്കുക. ഇതൊക്കെ ചെയ്യാം. പിന്നെ ഒരു ചികിത്സയുണ്ട്, കടിവസ്തി എന്ന് പറഞ്ഞിട്ട്. അതായത് ആയുർവേദത്തിലൊരു ചികിത്സയാണ്. അവിടെ മുഴുവൻ ഉഴുന്നുമാവ് കൊണ്ടൊരു തടം വെച്ചിട്ട് അവിടെ എണ്ണ നിർത്തും. ഇതേ കടിവസ്തി തന്നെ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾക്ക് നിൽക്കാം. അതിന് ഹൃദ്വസ്തി എന്നാണ് പറയുക. ഹൃദയത്തിൻ്റെ അവിടെ ഉഴുന്നിൻ്റെ അത് വെച്ചിട്ട് അതിങ്ങനെ ചെയ്യും. മറ്റൊരു മാർഗ്ഗം പിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. പിച്ചു എന്ന് പറയുന്ന മാർഗ്ഗം എന്ന് പറയുമ്പോൾ ഒരു ടവൽ എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോട്ടൻ്റെ ക്ലോത്ത് എടുക്കുക, പരുത്തിയുടെ തുണി ഏതെങ്കിലും എടുക്കുക. എടുത്തതിന് ശേഷം അത് ചൂടുള്ള എണ്ണയിലിട്ടിട്ട് അവിടെ കെട്ടിവെക്കുക. ഇപ്പോൾ നമ്മുടെ മുട്ടിലാണെങ്കിൽ ഈ സാധനം എണ്ണയിലിട്ടതിന് ശേഷം അത് ആ മുട്ടിൻ്റെ മുകളിലിട്ടിട്ട് മുകളിൽ ആവണക്കിൻ്റെ ഇല കൊണ്ട് നമ്മൾ കെട്ടിവെക്കുക. ഇങ്ങനെ കെട്ടിവെക്കുകയാണെങ്കിൽ ഇതിലുള്ള എണ്ണ കുറേശ്ശെ ആയിട്ട് ഇറങ്ങിയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ശരി. അതേമാതിരി തന്നെ ഈ വേദനയുള്ളിടത്ത സ്ഥലത്തും നമ്മളിത് വെക്കുക. പണ്ടുള്ള കാലത്ത് ആൾക്കാർ വേദനയുള്ള സമയത്ത് അവിടെ മുഴുവൻ നല്ലെണ്ണയോ അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും പുരട്ടിയതിന് ശേഷം അവിടെ ഇടുന്നത് ഈ പുളിൻ്റെ ഇല ഇടും, അല്ലെങ്കിൽ കുന്നിക്കുരുവിൻ്റെ ഇല അവിടെ പതിച്ചു വയ്ക്കും. ഇത് വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ നീരിന് മുഴുവൻ വലിച്ചെടുക്കും. അതേപോലെ തന്നെ ഈ വേദനയുള്ള ഈ നടുഭാഗത്ത് ഇത് നമുക്ക് അരച്ച് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു സാധനമാണ് വേലിപ്പരുത്തി അവിടെ അരച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ആ വീക്കം പോയിട്ട് ആ നെർവ്സും ബാക്കിയുള്ളതൊക്കെ ഒന്ന് റിലീസാവും. വേലിപ്പരുത്തി എന്ന് പറഞ്ഞാൽ വളരെ ഉത്തമമായിട്ടുള്ള സാധനമാണ്. അതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് ഉഴിഞ്ഞ വള്ളി. ഈ സാധനവും നല്ലപോലെ അരച്ചിട്ട് നമ്മുടെ പറ്റുപോലെ ഇടാവുന്നതാണ്. പിന്നെ ഇതിന് ഏറ്റവും നല്ല പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് ആനച്ചൂടി. എത്ര വലിയ ഇടുപ്പ് വേദനയ്ക്കും നടുവേദനയ്ക്കും ഈ ആനച്ചൂടി നമ്മൾ നല്ലപോലെ അരച്ചതിന് ശേഷം അവിടെ ഇടുകയാണെങ്കിൽ വളരെ ശരിയാവും. പിന്നെ ഇതല്ലാതെ നമുക്ക് വേറെയും ഒരുപാട് മരുന്നുകൾ ചെയ്യാൻ പറ്റും. മുരിങ്ങത്തോല്, കടുക്, വെളുത്തുള്ളി, അതേപോലെ തന്നെ ഈ 3 സാധനങ്ങളും, മുരിങ്ങത്തോല്, കടുക്, വെളുത്തുള്ളി, ഈ 3 സാധനങ്ങളും കൊണ്ട് നല്ലപോലെ അരച്ചിട്ട് എവിടെയാണോ വേദന അവിടെ നമ്മൾ പറ്റിട്ട് വയ്ക്കുക. പറ്റിട്ട് വയ്ക്കുന്ന സമയത്ത് പൊള്ളും. അപ്പോൾ നമ്മൾ എന്താണെന്ന് പറയുമ്പോൾ ആദ്യം കുറച്ച് എണ്ണയൊക്കെ പറ്റിയിട്ട് വേണം ഈ പറ്റിട്ട് വയ്ക്കാൻ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നീരിനെയും ബാക്കിയുള്ളതൊക്കെ ഇത് ഒഴിവാക്കിയെടുക്കും. അതേപോലെ തന്നെ ജടാമയാദി ചൂർണ്ണം എന്ന് പറഞ്ഞിട്ടുള്ള ആയുർവേദത്തിൻ്റെ പൊടിയുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇത്തിരി ചൂടൊക്കെ കായ്ക്കിട്ട് ഈ സാധനമൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇതൊക്കെ ഒരു ആയുർവേദത്തിൻ്റെ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഏതൊരു വേദനയാണ് ശരി, നിങ്ങൾക്ക് മുട്ടുവേദനയാണ് ശരി, കഴുത്ത് വേദനയാണ് ശരി, എന്ത് കാര്യമാണ് ശരി, അതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം നിങ്ങൾ അറിയുക. നിങ്ങളുടെ വയറിൻ്റെ ദഹനക്കേട് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം മലബന്ധം. ഈ 2 കാര്യങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മരുന്നില്ലാതെ തന്നെ നിങ്ങൾക്ക് ഏതൊരു കാര്യം, അതായത് ഒരു ഓപ്പറേഷനും ഇല്ലാതെ, മരുന്നില്ലാതെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും.
വളരെ ഈസി ആയിട്ട്. അതിന് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഖരവസ്തുക്കളെല്ലാം ഒഴിവാക്കിയതിന് ശേഷം ലിക്വിഡായിട്ടുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. വേണമെങ്കിൽ ഒരു 1-2 ദിവസം ഉപവാസം എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല, വളരെ പെട്ടെന്ന് ഈ സംഗതികളൊക്കെ ശരിയാക്കും. നാച്ചുറോപ്പതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഒരു ആഴ്ചയുടെ ഉപവാസം കൊണ്ട് തന്നെ ഏകദേശം എല്ലാ വേദനയും പോകുന്ന ഒരു രീതിയിലേക്കാക്കുക. അതായത് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻ പോകുന്നില്ല, അത് അവിടെ തന്നെ കെട്ടിക്കിടക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. അപ്പോൾ നമ്മുടെ ടോക്സിൻ റിലീസാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കരിന്നുച്ചിയുടെ ഇലയും അതേപോലെ തന്നെ ആവണക്കിൻ്റെ എണ്ണയും, കരിന്നുച്ചി ഇലയുടെ നീര് 1 ഔൺസ് എടുക്കുക, ആവണക്കെണ്ണ 1 ഔൺസ് എടുക്കുക. ഇത് രണ്ടും കൂടി കലർത്തിയതിന് ശേഷം രാത്രി നമ്മളത് കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞ് പിറ്റേന്ന് ഒരു നല്ല വയറിളക്കം ഒരു 3 ദിവസം ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഉള്ളിലെ നീർവീക്കം അതേപോലെ തന്നെ ഈടുള്ള സാധനം ബാക്ക് പെയിൻ ഇതെല്ലാം പോയിട്ടുണ്ടാവും. പക്ഷേ ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. കാരണം ആവണക്കെണ്ണ എത്ര എടുക്കണം, കരിന്നുച്ചിയിലയുടെ നീര് എത്ര എടുക്കണം, ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. വയറിളക്കുക എന്നുള്ളതിന് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിന് വളരെ ആശ്വാസം ഉണ്ടാകും. അപ്പോൾ ഈ തരത്തിലുള്ള വേദനകൾക്ക് നമ്മൾ ഒട്ടും തന്നെ പേടിക്കേണ്ട. നമ്മൾ ഒരു ഓപ്പറേഷനും പോകാതെ തന്നെ നമ്മൾക്ക് നാട്ടുവൈദ്യത്തിലൂടെ അല്ലെങ്കിൽ കളരി മർമ്മ ചികിത്സകളിലൂടെ അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ ഒഴിച്ചിൽ ചികിത്സകളിലൂടെ അല്ലെങ്കിൽ പ്രകൃതി ചികിത്സയിലൂടെ നമുക്ക് പരിപൂർണമായിട്ടും മാറ്റാൻ പറ്റും. ഇപ്പോൾ ഒരു ഓപ്പറേഷന് വേണ്ടി ചിലപ്പോൾ 4-5 ലക്ഷം നമുക്ക് ചിലവാകും. പക്ഷേ ഒരു പ്രകൃതി ചികിത്സ ആശുപത്രിയിൽ പോയി കിടക്കാൻ നമുക്ക് 10,000 രൂപയെ ചിലവാകുള്ളൂ. അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു ആയുർവേദ ആശുപത്രിയിൽ പോയി കിടക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കമ്മിയേ ചിലവാകുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ട് ഒട്ടും തന്നെ പണച്ചെലവില്ലാതെ വളരെ ലളിതമായിട്ട് ഈ സംഗതികൾ ചെയ്യാൻ പറ്റും. ചില സമയത്ത് എനിക്ക് ഇവിടെ ഈ കഴുത്തിന് പിടിക്കൽ നടുവെട്ടലൊക്കെ ഉണ്ടാവും. അതെന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ശരീരം ചൂടായിരിക്കുന്ന സമയത്ത് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഒരു നടുവെട്ടൽ അല്ലെങ്കിൽ ഇവിടെ ഒരു വെട്ടിയതിന് ശേഷം പിന്നെ ഒരു 2-3 ദിവസം അനങ്ങാൻ പറ്റില്ല, ഈ രീതിയിൽ കിടക്കും. അത് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒന്ന് ഫാനിൻ്റെ സ്പീഡ് കൂടിയിട്ടായിരിക്കും, അത് ഒന്നാമത്തെ കാരണമായിരിക്കും. രണ്ടാമത്തെ കാരണം നമ്മൾ വേർതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പോയിട്ട് ഈ കുളിക്കുന്ന സമയത്ത് ആ സമയത്താണ് ഈ വെട്ടലുണ്ടാകുന്നത്. നമ്മുടെ നടുവ് അല്ലെങ്കിൽ ബാക്കിയുള്ളത് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അസാമാന്യ ബുദ്ധിമുട്ടാണ് എഴുന്നേൽക്കാൻ. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഭക്ഷണം കംപ്ലീറ്റായിട്ട് നിർത്തിയതിന് ശേഷം ചൂടുവെള്ളം മാത്രം കുടിച്ചിട്ട് കിടക്കുക. അതേപോലെ തന്നെ നല്ല ചൂടുള്ള തൈലം, അത് ഡോക്ടറോട് ചോദിച്ച ശേഷം ആരോടെങ്കിലും ചോദിച്ച ശേഷം ധന്വന്തരോ അങ്ങനത്തുള്ള ഏതെങ്കിലും തൈലം അല്ലാന്ന് പറയുമ്പോൾ നമുക്ക് പറ്റിയ ഏതെങ്കിലും ഒരു തൈലം. വാതമർദ്ദനം കുഴമ്പ് എല്ലാറ്റിനും നല്ലതാണ്. വാതമർദ്ദനം കുഴമ്പ് എന്ന് പറഞ്ഞൊരു കുഴമ്പുണ്ട്, കോട്ടക്കല്ല് കിട്ടും. അത് എല്ലാറ്റിനും നല്ലതാണ്, കാരണം അതിൽ വേപ്പെണ്ണ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേപ്പെണ്ണ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിന് വളരെ നല്ലതാണ്. അപ്പോൾ ഈ സാധനം എടുത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പിന്നെ പതുക്കെ പോയിട്ട് നല്ല ചൂടുവെള്ളത്തിൽ നമ്മൾ കുളിക്കണം. അങ്ങനെ ഒരു 4-5 ദിവസം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുമാറും. ചില സമയത്ത് നമുക്ക് എണീക്കാൻ തന്നെ പറ്റില്ല, ആ ഒരേ ഒരു കിടപ്പ് നമ്മൾ കിടക്കേണ്ടി വരും. അതേപോലെ തന്നെ ചില ആൾക്കാർ ഈ പാരലൈസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഏറ്റവും ഗുണം കൊടുക്കുന്നതാണ് കറുകപ്പുല്ലിൻ്റെ നീര്. കറുകപ്പുല്ലിൻ്റെ നീര് നമ്മൾ 1 ഔൺസ് 2 ഔൺസ് നമ്മൾ കുറേശ്ശെ കൊടുക്കുകയാണെങ്കിൽ ആ മരുന്ന് മാത്രം മതി നമ്മുടെ ഉള്ളിലെ ഇൻഫ്ലേഷനെ മുഴുവൻ നീക്കം ചെയ്യും. നമ്മുടെ ഉള്ളിലെ എല്ലാ അഴുക്കുകളെയും നീക്കം ചെയ്ത് നമ്മുടെ ശരീരത്തെ ശുദ്ധിയാക്കാനും പ്രത്യേകിച്ച് പക്ഷാഘാത രോഗികൾക്ക് വളരെ ഗുണം തരുന്ന ഒരു സാധനമാണ് ഈ കറുകപ്പുല്ല് എന്ന് പറയുന്നത്. ഈ കറുകപ്പുല്ല് തന്നെ ഈ പക്ഷവാതം വരുന്ന സമയത്ത് ഈ കറുകപ്പുല്ല് മാത്രം മതി. നമ്മുടെ ഒരു സൈഡിൽ പാർക്കിൻസൺ എന്ന് പറയും, കൈ വിറയലുന്ന അങ്ങനെ ഒരു സാധനം, ആ സമയത്ത് ഇത് മാത്രം മതി. ഈ കറുകപ്പുല്ലിൻ്റെ ജ്യൂസ് കൊണ്ട് മാത്രം അത് ശരിയാക്കാൻ പറ്റും. അത് കഷായം വെച്ച് കുടിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും കറുകപ്പുല്ലിൻ്റെ. അതേപോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് ഔഷധങ്ങൾ ഇതിലും ബാക്കിയുള്ളതെല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉള്ളിലേക്ക് നമുക്ക് പ്രയോഗിക്കാം. അതേപോലെ തന്നെ തലയുടെ മൂർധാവിൽ നമ്മൾ തളങ്ങളൊക്കെ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഒരു ആയുർവേദ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ നേരെയാക്കാൻ പറ്റും. അതേപോലെ തന്നെ പക്ഷവാത രോഗികൾക്ക് ഉടൻ തന്നെ ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഈ നെയ്യ്, ശുദ്ധമായിട്ടുള്ള നെയ്യ് മൂക്കിലിട്ട് കഴിഞ്ഞാൽ പക്ഷവാതം ഉണ്ടായ ഉടനെ നമ്മൾ ഉടൻ തന്നെ നെയ്യ് മൂക്കിലിടുകയാണെങ്കിൽ പിന്നെ അവൾക്ക് ബാക്കിയുള്ള ക്ലോട്ടിങ് അങ്ങനത്തുള്ള യാതൊരു പ്രശ്നം വരില്ല, അപ്പം തന്നെ റിക്കവർ ആവും. കാരണം ഈ വായുവിൻ്റെ പ്രവാഹത്തെ ഉടൻ തന്നെ ഇല്ലാതാക്കുന്ന ആ ഒരു സംഗതിയാണ് നെയ്യ്. വായുവിൻ്റെ പ്രശ്നങ്ങളെ ഉടൻ തന്നെ ഇല്ലാതാക്കുന്ന സാധനമാണ് ഈ നെയ്യ് എന്ന് പറയുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്രയൊക്കെയാണ് ഇതിനെ പറ്റിയിട്ടുള്ള പ്രധാനമായിട്ടും പറയാനുള്ള കാരണം. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ചായ കാപ്പി എന്നുള്ളത് പരിപൂർണമായിട്ട് ഒഴിവാക്കുക. പാലുൽപ്പന്നങ്ങളും പരിപൂർണമായിട്ട് ഒഴിവാക്കണം. നോൺ വെജിറ്റേറിയൻ, അതായത് ഇറച്ചി, മുട്ട, മീൻ എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. ഇത് എല്ലാം ചെയ്തതിന് ശേഷം വന്ന രോഗം മാറാനും രോഗം വരാതിരിക്കാനും വേണ്ടിയിട്ട് ആയുർവേദ, സിദ്ധ, ഹോമിയോ, യുനാനി, പ്രകൃതി ചികിത്സ തുടങ്ങിയ ചികിത്സാ സമ്പ്രദായങ്ങളിൽ പോവുക. യാതൊരു ഓപ്പറേഷനും കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, അതായത് പാരലൈസിസ് ആയാലും ശരി, ബാക്ക് പെയിൻ ആയാലും ശരി, ഷോൾഡർ പെയിൻ ആയാലും ശരി,
നെക്ക് പെയിൻ ആയാലും ശരി, എന്ത് പെയിൻ ആയിക്കോട്ടെ, ആ മുട്ടുവേദനയാണ് ശരി, എന്ത് പെയിൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതൊന്നും ഓപ്പറേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു. ഈ ഒരു ഭാഗത്തെ പക്ഷാഘാതം അല്ലെങ്കിൽ സിയാറ്റിക്ക എന്ന് പറഞ്ഞത് ഞാൻ എങ്ങനെ 1 മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് റിക്കവറായി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മരുന്നും കഴിച്ചില്ല. ഞാൻ ചെയ്തത് എൻ്റെ ഭക്ഷണ ക്രമീകരണം മാത്രമായിരുന്നു. അതിനുശേഷം എണ്ണ തേച്ചിട്ടുള്ള കുളിയും അതേപോലെ തന്നെ ഇതും പിന്നെ ലിക്വിഡായിട്ടുള്ള ഭക്ഷണവും ഇതായിരുന്നു മെയിനായിട്ട്. അപ്പോൾ നമ്മുടെ വയറ് നേരെയാക്കാനുള്ള ലിക്വിഡായിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കുറച്ച് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ ടോക്സിൻ മുഴുവൻ പോയതിന് ശേഷം നിങ്ങൾക്ക് വളരെ ഗുണകരമായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരു പുതിയ വിഷയമായിട്ട് നമ്മൾ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.